ഓർക്കുന്നുണ്ടോ? BJP പണ്ട് അടൽജി പാർലമെന്റിൽ പറഞ്ഞു, അദ്ദേഹം ദയനീയമായിട്ട് BJPയുടെ തോൽവിയെ കുറിച്ചാണോ നിങ്ങളുടെ ചർച്ച? ഒരു 13 ദിവസം സത്യപ്രതിജ്ഞ കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അന്ന് അടൽജി പറഞ്ഞ വാക്കെന്താ? പുലി പതുങ്ങുന്നത് പുന്മാറാനല്ല. അന്നത്തെ 13 ദിവസം കൊണ്ട് പറഞ്ഞു, ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്ന പാർട്ടിയായി ഞങ്ങൾ മാറും. ഒരുപക്ഷെ ഹാഷ്മി, നിങ്ങൾ ഒരുപക്ഷെ ജനിച്ചിട്ടില്ല, ഞാനൊന്നും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിൽ. ഇന്നത്തെ വലിപ്പം BJPക്ക് കേരളത്തിൽ ഇല്ല. പുച്ഛവും പരിഹാസവും അവഗണനയും മറുപക്ഷത്തു നിന്ന് പ്രലോഭനങ്ങളും ഉണ്ടായിരുന്നു. അധികാരങ്ങളെ കുറിച്ചുള്ള വാഗ്ദോരണികൾ ഉണ്ടായിരുന്നു. ഹാഷ്മി, അന്നൊക്കെ കേരളത്തിന്റെ മണ്ണില് നാളെ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നോ ഇന്ത്യ BJP ഭരിക്കുമെന്നോ ആശയത്തിലല്ല ഞങ്ങളൊന്നും പ്രവർത്തിച്ചത്. പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ മുട്ടുപറയ്ക്കാതെ നിന്ന് പോരാടുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു മോഹമുണ്ട്. ഈ പ്രത്യയശാസ്ത്രത്തെ ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളം ഭാരതം അംഗീകരിക്കും. നോക്കൂ, നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യ രാജ്യം വിട്ടുപോകുമെന്ന് പറഞ്ഞവരുണ്ട്, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ അതാ ചൂണ്ടിക്കാണിക്കുന്നത്. BJP ശരിയാണ്, ചില സമയത്ത് സെറ്റ്ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ സെറ്റ്ബാക്കിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസം എന്തായിരുന്നു? ഇത് കേരളവും ഭാരതവും അംഗീകരിക്കും. അത്